ഇന്ത്യൻ പൊളിറ്റിയുടെ അടുത്ത ക്ലാസ്സാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിംഗ് ഹിസ്റ്ററിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1786 അമെൻഡിങ് ആക്ട് വരെ പറഞ്ഞു. ഇനി വരുന്നത് ചാർട്ടർ ആക്ടുകളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാർട്ടർ ആക്ടാണ് ഇവിടെ നോക്കുന്നത്. 1793 ഒന്നാം ചാർട്ടർ ആക്ട്. ഓക്കെ, ഇതിൽ മേജർ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഒന്നും തന്നെ ഇല്ല, പരിഷ്കാരങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അത് നോക്കാം. കമ്പനിയുടെ ചാർട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ചാർട്ടർ എന്താണെന്ന് പറഞ്ഞു. ഇവിടെ ഇന്ത്യൻ പെനിൻസുലയിൽ ട്രേഡ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിന് പെർമിഷൻ കൊടുത്തത് ബ്രിട്ടീഷ് ക്രൗൺ ആണ്. അപ്പോൾ ആ ഒരു പെർമിഷൻ അടുത്തൊരു 20 വർഷത്തേക്കും കൂടെ നീട്ടിക്കൊടുക്കുകയാണ്. അതാണ് ഈ ഒരു ചാർട്ടർ ആക്ടിലൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ 1813 വരെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ പെർമിഷൻ ഉണ്ട് എന്ന് പറയുന്ന സാധനം നടപ്പിലാക്കി. ഇനി പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നൊരു ബോഡിയുണ്ട്. അതും ബ്രിട്ടീഷ് പാർലമെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്യുന്ന മെമ്പേഴ്സാണ് അതിനകത്ത്. എന്തിനാണ് ഈ ഒരു ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ കൺട്രോൾ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ആ ബോഡി ഇപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു പോയിന്റ്, നേരത്തെ പറഞ്ഞ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി അടുത്ത 20 വർഷത്തേക്കും കൂടെ കണ്ടിന്യൂ ചെയ്തു. മേജർ കൊമേഴ്ഷ്യൽ പ്രിവിലേജസ് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1786 അമെൻഡിങ് ആക്ട് പറഞ്ഞപ്പോൾ നമ്മളൊരാളുടെ കാര്യം പറഞ്ഞു, ലോർഡ് കോൺവാലിസ്. പുള്ളിക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കണ്ടീഷൻ? ഗവർണർ ജനറൽ ആകണമെങ്കിൽ എനിക്ക് എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ ഡിസിഷനെ ഓവർ റൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓവർ റൂൾ ചെയ്യാനുള്ളൊരു പെർമിഷൻ വേണം ചില പ്രത്യേക സാഹചര്യങ്ങൾ. അപ്പോൾ പുള്ളിയാണ് തുടക്കം കുറിച്ചത്. പിന്നീട് ഈ ഒരു ആക്ടിലൂടെ വരുംകാല എല്ലാ ഗവർണർ ജനറൽമാർക്കും മറ്റ് പ്രൊവിൻസിലെ ഗവർണേഴ്സിനും ആ ഒരു പ്രൊവിഷൻ അലോ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഓക്കെ, സെൻട്രൽ അതോറിറ്റി അപ്പോഴും അവിടെ ഉണ്ട്. സെൻട്രൽ അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലുള്ള ബോർഡ് ഓഫ് കൺട്രോളിന്റെ ഒരു കൺട്രോള് ഇവരുടെ മേലെ ഉണ്ട്. ഓക്കെ, അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാർ, അവർക്ക് സാലറി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ബ്രിട്ടീഷുകാർക്കല്ല, നമുക്കാണെന്നുള്ളത്. അതായത് ഇന്ത്യൻ റവന്യൂന്ന് ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചിട്ട് വേണം ഇവർക്കുള്ള സാലറി കൊടുക്കേണ്ടത്. അപ്പോയിന്റ് ചെയ്തത് ബ്രിട്ടീഷൊക്കെ ആയിരിക്കും, അതൊക്കെ ഓക്കെ. പക്ഷെ നമുക്ക് സാലറി കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തും ഒക്കെ വേണം അവർക്കുള്ള സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ത്യക്ക് ആക്ച്വലി അവർ നിയമിച്ച ആൾക്കാർക്ക്, നമ്മുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച ആൾക്കാർക്ക് സാലറി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടി, ആ ബാധ്യതയും കൂടെ നമുക്കാണ്. അങ്ങനെ ഒരു കോമഡിയാണ് ഇവിടെ നടക്കുന്നത്. അത് ഏത് ആക്ടിലൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1793 ചാർട്ടർ ആക്റ്റാണ്. പിന്നെ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ കാര്യം എപ്പോഴും പറയുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, അത് നേരത്തെയും പ്രൊഹിബിറ്റ് ചെയ്തിരുന്നതാണ്. പ്രൈവറ്റ് ട്രേഡിൽ ഏർപ്പെടാൻ കമ്പനിയുടെ സെർവൻസിന് അധികാരമില്ല എന്നൊക്കെ പേപ്പറിൽ എഴുതി വെച്ചതേ ഉള്ളൂ. അത് എത്രത്തോളം പ്രാവർത്തികമായെന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതേപോലെ കൈക്കൂലി, മറ്റ് ഗിഫ്റ്റ്, നേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റോ മറ്റ് രാജാക്കന്മാരുടെ കയ്യിൽ നിന്നൊക്കെ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റും ബ്രൈബ്സും ഒക്കെ സ്വീകരിക്കുന്നതിൽ നിന്നും അവരെ പ്രൊഹിബിറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സൂപ്പർവിഷൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്കിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഈ ഒരു ചാർട്ടർ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഇന്ത്യൻ റവന്യൂന്നെടുത്ത് ഇവർക്ക് സാലറി കൊടുക്കണം എന്നുള്ള പോയിന്റും പറഞ്ഞു വെച്ചു. ഇതിൻ്റെ ഒരു ഈ ലിമിറ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഉള്ളത്. പക്ഷേ അതിനകത്തൊരൊറ്റ ഇന്ത്യക്കാർ പോലും ഇതുവരെ ഇല്ല. ഓക്കെ, അതൊരു ലിമിറ്റേഷനാണ്. ട്രേഡ് മോണോപ്പൊളി എന്ന് പറയുന്ന സാധനം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പരിഷ്കാരങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ 1793 ചാർട്ടർ ആക്ട് ഇത്രയും പോയിന്റ്സ് ആണ് ഓർത്തിരിക്കേണ്ടത്. സിമ്പിളാണ്. 20 വർഷത്തേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്തു. ഇന്ത്യൻ റവന്യൂന്നെടുത്ത് അവർക്ക് സാലറി കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ 20 വർഷങ്ങൾ കഴിഞ്ഞു, 1813 അടുത്ത ചാർട്ടറിനുള്ള സമയമായി. ചാർട്ടർ റിന്യൂ ചെയ്യാനുള്ള സമയമായി. കുറച്ച് ഇമ്പോർട്ടൻറ്റ് തീരുമാനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഈ ഒരു കാലഘട്ടം നോക്കുമ്പോൾ 1813 എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ലെവലിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പീരീഡും കൂടെയാണ്. കാര്യം നെപ്പോളിയൻ്റെയൊക്കെ ഒരു ഭരണ കാലഘട്ടമാണ്. നെപ്പോളിയനെ നമുക്കറിയാം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ പേടിയുള്ള ഒരാളായിരുന്നു നെപ്പോളിയൻ. പുള്ളിയുടെ കുറച്ച് ഭരണ പരിഷ്കാരങ്ങളും പിന്നെ വെട്ടിപ്പിടിക്കലും ഒക്കെ ആൾക്കാർക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് പുള്ളി കൊണ്ടുവന്നൊരു പരിഷ്കാരമാണ്, ബ്രിട്ടനെ ഒതുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണ്. മറ്റ് യൂറോപ്യൻ നേഷൻസിനോട് പറയാണ് ബ്രിട്ടനുമായിട്ട് ഇനിയൊരു ട്രേഡും വേണ്ടെന്നുള്ളത്. അപ്പോൾ ബ്രിട്ടനുമായിട്ടൊരു ട്രേഡും വേണ്ടെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷിലെ ബാക്കി കമ്പനികളൊക്കെ കഷ്ടത്തിലാവുമല്ലോ. അപ്പോൾ ഇവരൊക്കെ കൂടെ ബ്രിട്ടീഷ് പാർലമെന്റിനെ സമീപിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിനെ
സമീപിക്കുകയാണ്, പറയാണ് ഇതാണ് സാഹചര്യം. അപ്പം യൂറോപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രേഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ, ഒരു ചാർട്ടർ ഞങ്ങൾക്ക് തരണം. അപ്പോൾ ഇന്ത്യൻ പെനിൻസുലയിലായിരുന്നു അവരുടെ കണ്ണ്. എന്തായാലും വർഷാവർഷം നിങ്ങൾ ടാക്സ് ചോദിക്കുമ്പോൾ നമ്മൾ അടയ്ക്കണമല്ലോ. അപ്പം അങ്ങനെ അടയ്ക്കണമെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യണം. അപ്പോൾ ആ പറയുന്നതിൽ പോയിന്റ് ഇല്ലെന്ന് ബ്രിട്ടീഷ് ക്രൗണിന് തന്നെ തോന്നി. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്ന ട്രേഡ് മോണോപ്പൊളി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമായിരുന്നു ഇവിടെ ട്രേഡ് ചെയ്യാൻ പെർമിഷൻ ഉള്ളത്. ആ ഒരു ട്രേഡ് മോണോപ്പൊളി അവസാനിപ്പിച്ച ഒരു ചാർട്ടർ ആക്ടാണ് 1813. അതിൻ്റെ സാഹചര്യം നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് 1813 ചാർട്ടർ ആക്ട് കുറച്ചുകൂടി സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. മേജർ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി എടുത്തു കളഞ്ഞു. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും കീപ്പ് ചെയ്യാം. ചായ വ്യാപാരത്തിലും പിന്നെ ചൈനയായിട്ടുള്ള വ്യാപാരത്തിലും ട്രേഡ് മോണോപ്പൊളി ഉണ്ട്. ബാക്കി നിലനിന്നിരുന്ന അവരുടെ മോണോപ്പൊളി എടുത്ത് കളയുകയാണ്. 1813 ചാർട്ടർ ആക്ടിൽ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റാണ്. അതിൻ്റെ സാഹചര്യമാണ് പറഞ്ഞത്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പനി. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ ആക്ച്വലി ട്രേഡ് ചെയ്യാൻ വന്നൊരു കമ്പനിയാണ് ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവരിപ്പോൾ ഒരു ടെറിട്ടോറിയൽ റൂളറാണ് നമുക്ക്. അവരിപ്പോൾ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നു, ടാക്സ് പിരിക്കുന്നു, ഭരിക്കുന്നു, മറ്റു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. പക്ഷെ ഒരു ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വന്നൊരു കമ്പനി ഇവിടെ ഭരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി, ഒരു ആപ്പിളോ സാംസങ്ങോ പോലെ ഒരു പ്രൈവറ്റ് കമ്പനി ഇവിടെ വരുന്നു, പിന്നീട് അവർ നമ്മളെ കയറി ഭരിക്കുന്ന ഒരു അവസ്ഥ, ടാക്സ് കളക്ട് ചെയ്യുന്ന അവസ്ഥയൊക്കെ ഏകദേശം അതുപോലത്തെ ഒരു സാഹചര്യം. കാര്യം റവന്യൂ കളക്ഷനും അഡ്മിനിസ്ട്രേഷനുമാണ് അവരുടെ പ്രധാന ഫങ്ഷൻസ്, ട്രേഡിംഗ് അല്ല. ഓക്കെ, പിന്നെ ഇതിൽ 1813 ചാർട്ടർ ആക്ടിൽ ഉണ്ടായ മറ്റൊരു കാര്യമാണ് ക്രിസ്ത്യൻ മിഷണറീസിനെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. എന്തിനാണ് അയക്കുന്നതെന്ന് വെച്ചാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ പഠിപ്പിക്കാനും. ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ തന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ച് നമ്മളെ വിദ്യാസമ്പന്നരാക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും അല്ല ബ്രിട്ടീഷുകാർക്കുള്ളത്. ബ്രിട്ടീഷുകാർക്ക് സാഹചര്യം മനസ്സിലായി. അതായത് ഇവിടെ ഇനി കൂടുതൽ കാലം ഭരിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല, ഇന്ത്യക്കാരുടെയും കൂടെ ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ വേണം. ഇന്ത്യക്കാരുടെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ വേണമെങ്കിൽ അവർ പറയുന്ന ഭാഷ ഞങ്ങൾക്കും ഞങ്ങൾ പറയുന്ന ഭാഷ അവർക്കും മനസ്സിലാവുന്നില്ല. സോ അവരെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വെസ്റ്റേൺ എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് ലാംഗ്വേജും മറ്റ് ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം മിഷണറീസിനെ അലൗ ചെയ്തതും പിന്നെ ട്രേഡ് മോണോപ്പൊളി അവസാനിപ്പിച്ച ഒരു ചാർട്ടർ ആക്ടാണ് 1813 ചാർട്ടർ ആക്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ പറയുന്ന എഡ്യൂക്കേഷൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഒരുപാട് ലിറ്റററി വർക്ക്സ് ഉണ്ട്, നമ്മുടെ നല്ല കുറേ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇംഗ്ലീഷ് വൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് വർഷാവർഷം 1,00,000 രൂപ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്ഷൻ ആയിട്ടുണ്ട്. സ്റ്റേറ്റ് സ്പോൺസേർഡ് എഡ്യൂക്കേഷൻ്റെ ഒരു ഫസ്റ്റ് ഒഫീഷ്യൽ സ്റ്റെപ്പാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബോർഡ് ഓഫ് കൺട്രോൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അവർ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കമ്പനി സ്റ്റിൽ അണ്ടർ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ സൂപ്പർവിഷനിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ക്യാരക്ടർ, അതായത് വ്യാപാരം വാണിജ്യം എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടായ ഒരു അവസ്ഥയാണ്. അവരുടെ ഒരു ടെറിട്ടോറിയൽ റൂളറായി. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. പിന്നെ ഇന്ത്യ ഒരു ഫ്രീ ട്രേഡിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കാം, 1813 എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്ലോബൽ ലെവൽ, അതായത് യൂറോപ്പിലൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ പീക്ക് ചെയ്ത് നിന്ന സമയമാണ്. യൂറോപ്പിലൊക്കെ ഒരുപാട് വലിയ വലിയ മെഷീൻസും അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരുന്ന സമയമാണ്. പക്ഷെ അതേസമയം ഇന്ത്യയിൽ നമ്മളെ ഇൻഡസ്ട്രിയലൈസേഷൻ ജസ്റ്റ് പിച്ച വെച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല. ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ വലിയ വലിയ ഇൻഡസ്ട്രീസോ മെഷീൻസോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇന്ത്യ ഒരു ഫ്രീ ട്രേഡിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ബാക്കി കമ്പനീസിന് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യാം. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ആക്ച്വലി ബ്രിട്ടീഷ് ഗുഡ്സ് കൊണ്ട് നിറഞ്ഞു എന്ന് പറയാം. ബ്രിട്ടീഷ് ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേന് മെഷീൻ ഗുഡ്സ് ആണ്, നല്ല ഫിനിഷിംഗ് ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. ആ ഗുഡ്സിനോട് കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട ആർട്ടിസൻസ് അവർ കൈകൊണ്ടുണ്ടാക്കിയ മാനുവൽ ലേബറിലൂടെ ഉണ്ടാക്കിയ ഗുഡ്സ് ആണ്. അതിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവില്ല, പിന്നെ അതിന് ചിലപ്പോൾ കോസ്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ വളരെ ചീപ്പായിട്ട് മെഷീൻ ഗുഡ്സ് കിട്ടുമ്പോൾ അത് മേടിക്കുമോ അതോ
കുറച്ചുകൂടെ കാശ് കൊടുത്ത് അത്ര ഫിനിഷിംഗ് ഇല്ലാത്ത പ്രോഡക്റ്റ് മേടിക്കുക. ഒബ്വിയസ്ലി നമ്മൾ മെഷീൻ ഗുഡ്സ് ആയിരിക്കും മേടിക്കുക. വിലയും കുറവാണ്, വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ പിച്ച് വെച്ച് തുടങ്ങിയപ്പോഴേ ബ്രിട്ടീഷുകാരത് മുളയിലെ നുള്ളിന്ന് വേണം പറയാൻ. പിന്നെ ഈ പാവപ്പെട്ട ആർട്ടിസൻസിന് വൻ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അവർ പിന്നീട് അവരുടെ ഉപജീവനത്തിനായിട്ട് കൃഷിയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ അതിനും കൂടെ കാരണമായ ഒരു ആക്റ്റാണ് ഈ 1813 ചാർട്ടർ ആക്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വർഷം വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ ഓർമ്മ വന്നൊരു കാര്യമാണ്. പിന്നെ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ എഡ്യൂക്കേഷൻ, ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് തുടക്കം കുറിക്കുന്നത് ഈ ആക്റ്റാണ്. പിന്നെ ഓർത്തിരിക്കുക, നമ്മൾ നമ്മുടെ സോഷ്യൽ റിലീജിയസ് റീഫോംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഈ ഒരു കാലഘട്ടം ശ്രദ്ധിച്ചറിയാം. 1829 സതി നിരോധിക്കുന്നു, രാജാറാം മോഹൻ റോയ് വരുന്നു, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഈ പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തതിലൂടെ അവർക്ക് ആക്ച്വലി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതികൾക്കെതിരെ പോരാടണം എന്നുള്ളൊരു ചിന്തയും കൂടെ വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ ഒരു പീരീഡിന് ശേഷം സോഷ്യൽ റിലീജിയസ് റീഫോംസിനൊക്കെ ഒരു തുടക്കമാകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇന്ത്യക്കാരെ ഭരിക്കാൻ ഇന്ത്യക്കാരില്ല, ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ആയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ഗ്രാൻഡൊക്കെ 1 ലക്ഷം പ്രൊവൈഡ് ചെയ്യാനൊക്കെ 1 ലക്ഷം രൂപ മാറ്റി വയ്ക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഒരുപാട് അങ്ങ് ആപ്ലിക്കബിൾ ആക്കാനൊന്നും പറ്റിയില്ല. കമ്പനി ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റ് പ്രകാരം റൂൾ ചെയ്യാണ്. അപ്പം ഇത്രയും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കാം. 1813 ചാർട്ടർ ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കാം. നെപ്പോളിയൻ്റെ വരവും ഇന്ത്യൻ മാർക്കറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്നതും ഇവിടുത്തെ ആർട്ടിസൻസ് കഷ്ടപ്പെട്ടതും പിന്നെ മോഡേൺ എഡ്യൂക്കേഷൻ വന്നതും ഒക്കെ ആയിട്ട് ഓർത്തിരിക്കുക. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.